അതെ, ഇതെന്തോ താടി ലിഫ്റ്റിക്ക് കാതിനെന്തോ കവചമുണ്ടല്ലോ. എന്തേ ഇന്നലെ സിനിമ കണ്ടില്ലേ, വിവേകാനന്ദൻ വൈറലാണ്. എൻ്റെ ശരീരം എൻ്റെ അവകാശം, ചോദ്യം ചെയ്യാൻ വരണ്ട. ഓഹോ, അങ്ങനെ ആയിക്കോട്ടെ. പൈസ വേണം. എന്തിന്? പൈസ വേണം. എന്തിന്? കടയിൽ പോവാൻ. എൻ്റെ പൈസ, എൻ്റെ പോക്കറ്റ്, എൻ്റെ അവകാശം. അവളെ ഒരു വിവേകാനന്ദൻ വൈറൽ പൊടി. ഓ അച്ഛനൊരു കാര്യം അറിയോ? ഈ ശങ്കറിനില്ലേ, അവന് ശകലം കൂടി ദൈവവിശ്വാസമില്ല. ഇവിടെ വിളക്കത്തിക്കുകയാണെങ്കിൽ തന്നെ അവൻ എന്തെങ്കിലും ഒരു ദിവസം പ്രാർത്ഥിക്കാനായിട്ട് നേരെ വണ്ണം വന്നിരുന്നിട്ടുണ്ടെന്നറിയോ? എപ്പോഴെല്ലാം അങ്ങനെ വന്നിരുന്നിട്ടുണ്ടെന്നറിയോ? അതിനൊന്നും കാര്യമില്ല. കാര്യം എന്ന് വെച്ചാൽ അവൻ കൊച്ചുകുട്ടിയല്ലേ, അവൻ വളർന്ന് 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 ഏകദേശം അച്ഛൻ്റെയൊക്കെ പരുവമൊക്കെ ആയി കഴിയുമ്പോൾ രണ്ട് ഇതേ കണക്കത്തെ ഒരു സാധനം കൊണ്ടുവരും. അറിയാതെ അവ ഈശ്വര വിശ്വാസിയായിപ്പോയി. എടാ ശങ്കരൻകുട്ടാ, ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് വെക്കേഷൻ വരെയല്ലേ, നമുക്കൊരു ടൂറ് പോയാലോ? അച്ഛനടുത്ത് പറഞ്ഞു നോക്കാം. നിനക്ക് എവിടെ പോകാനാണ് ഇഷ്ടം പറ. അമ്മ, എന്നാൽ നമുക്ക് ചെക്കോസ്ലോവാക്യ പോവാം. ഓക്കെ, ഡീൽ. ചെക്കോസ്ലോവാക്യയിൽ തന്നെ പോവാം. പക്ഷേ അതിന് മുമ്പായിട്ടേ നീ ആ ചെക്കോസ്ലോവാക്യയുടെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞേ. അയ്യോ അമ്മ പറ്റിച്ച, എനിക്ക് ചെക്കോസ്ലോവാക്യ ഒന്നും പോകണ്ട, എനിക്ക് ഗോവയിലാണ് പോകേണ്ടത്. ഇപ്പം തന്നെ പോകാം ഗോവയിൽ. നീ ആദ്യമേ ചെക്കോസ്ലോവാക്യയുടെ സ്പെല്ലിംഗ് പറഞ്ഞു പഠിക്കുക, എന്നിട്ട് പോവാം നമുക്ക് ഗോവയിൽ. ഓ, ഇവിടെ ഇരിക്കണം. പിന്നെ എന്ത് വിശേഷം? ഇന്ന് പകല് ആരെങ്കിലും വന്നാ ഇവിടെ? നമുക്ക് നമ്മളെ മറ്റൊരു ഇവിടെ അവള് ഞാൻ നോക്കിയപ്പോഴത്തേക്കിന്ന് ഒരുത്തന്നെ ഇവിടെ വരയ്ക്ക് പോണ്, കെട്ടിപ്പിടിച്ചിരുന്ന് പോണ്. അവളുടെ ആരും അല്ല അത്. അവളുടെ വീട്ടുകാരൊക്കെ എനിക്ക് അറിയാവുന്നില്ലേ. ആ കൊച്ചു +2 അങ്ങനെ പഠിക്കണല്ലേ. എനിക്കറിയാൻ വയ്യ, ഓരോ പിള്ളേരെയൊക്കെ ഓരോ ഇതേ. പിന്നെ ഇന്നത്തെ ദിവസം എന്തുവായിരുന്നു, ഫീൽഡിൽ കിടന്ന് അലഞ്ഞ് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴല്ലേ ഓരോരുത്തർക്കൊക്കെ എന്തോ ജാടാ. നമ്മളിതൊന്നും കാണാത്തോരാ. ഇന്ന് പോയതാ, ചെന്ന് എത്തിയതാ ഒരു പരിചയക്കാരുടെ വീട്ടിൽ. അവളാണെങ്കിലേ അയാൾ എന്ത് പാവം, അവൾ മിണ്ടത്തില്ല. എന്തെങ്കിലും ചോദിച്ചാൽ മറുപടിയും പറയത്തില്ല. എന്നാൽ പരിചയമുള്ളതാണ്, ഒരക്ഷരം മിണ്ടത്തില്ല. അതും കഴിഞ്ഞ് ബസ്സിൽ കയറിയപ്പോഴാ എന്തോ ഒരു തിരക്കാരെന്നറിയാമോന്ന് ബസ്സിൽ. ഓരോരുത്തർക്ക് ഇരുന്ന് ഫോൺ ഇങ്ങനെ തേച്ചിരിക്കുന്നു. അവർക്ക് എന്തിനു വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ബസ്സിൽ ഇരുന്ന് ഫോൺ തോണ്ടാനാ? എന്നാൽ ആരെങ്കിലും നിൽക്കാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കാം. ഒന്നുമില്ല, കുറേ എണ്ണം ഉണ്ട് ഇങ്ങനെ. എനിക്ക് അറിഞ്ഞൂടേ ദൈവമേ, ലോകത്ത് ഇങ്ങനെയുള്ള ആൾക്കാരല്ല. സിനിമയിലെ കാണുന്നത് വെറുതെ ഒന്നുമല്ല, ഉള്ളത് തന്നെ. വേറൊരു കാര്യം പറഞ്ഞപ്പോഴാണ് ആലോചിച്ച, ഇന്നേയും ബസ് സ്റ്റാൻഡിലേ നമ്മളെ മറ്റേ ലവന്റെ മോളില്ലേ, ഒരു ചെറുക്കൻ്റെ കൂടെ. എങ്ങനെ ഞാൻ അത് പറയും? ചെറുക്കൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കണ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ, ഫ്രണ്ട്ഷിപ്പ് ആവാം, നമുക്ക് മോളുള്ളതല്ലേ, ഫ്രണ്ട്ഷിപ്പ് ആവാം. എന്നുമ്പോൾ ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്ത് നിൽക്കുമോ? അതും ബസ് സ്റ്റാൻഡിലൊക്കെ. അല്ലെ പരിചയമുള്ളവരാണെന്നാ. പിന്നെ നോക്കിനൊക്കെ ആ കൊച്ചിന് തൃശ്ശൂർ പൂരത്തിൽ കണ്ട പരിചയം പോലും ഇല്ല. ഞാനും പിന്നെ മൈൻഡ് ചെയ്യാൻ പോയില്ല. എൻ്റെ അടുത്ത് ജാട കാണിച്ചപ്പോൾ ഞാൻ അതിൻ്റെ അപ്പുറം ജാടയിൽ നിന്നു. നിങ്ങളെന്തൊരു പ്രതിമേ, നിങ്ങളെന്തോന്ന് മിണ്ടാത്ത? നിങ്ങൾക്ക് എത്ര ചാടയാ? നിങ്ങൾക്ക് അതിൻ്റെ അപ്പുറം ചാടയാ. അച്ഛോ, ഞാൻ പോണെൻ്റെ കാര്യം നോക്കി. മിണ്ടത്തില്ല ഇപ്പൊ. ഹലോ, ഞാൻ ഇവിടെ പറഞ്ഞൊന്നും കേട്ടില്ലേ? ഞാൻ ഇവിടെ ചോദിക്കില്ലേ എന്നാ? അതെ, വേറൊരു കാര്യം. നിന്റെ അമ്മ വന്നു കഴിഞ്ഞാൽ ഇതേ കണക്ക് നാട്ടിലുള്ള കിളിപ്പും വളപ്പുകളും എത്ര എൻ്റെ അടുത്ത് വന്ന് പറയുമെന്നുള്ള കാര്യം എനിക്കറിയാം. ഞാൻ പിന്നെ അതിനൊക്കെ പ്രതികരിച്ച് നമ്മൾ പിന്നെ മറ്റുള്ളവരെ ആ ഒരു കണ്ണുകൊണ്ട് കാണണം. അതുകൊണ്ട് നിന്റെ അമ്മ അവിടെ വന്നെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ എൻ്റെ ചെവിയിൽ നല്ല കണ്ട കയറ്റി അങ്ങ് വെച്ചു. ഒന്നും കയറ്റിയാൽ എന്തൊരു കഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു സാധനം വച്ച സ്ഥലത്ത് കാണത്തില്ല.
ഈ പാത്രം കഴിവണ ഈ വിമ്മ ഇത് ആരെടുത്തോണ്ട് പോയെന്ന് അറിയാൻ വേണ്ടി മനുഷ്യ എവിടെ പോയി ഇങ്ങോട്ട് വന്നാണ് ഇത് ചെവിയും കേട്ടൂടെ ചെവിയും അടിച്ചു പോയി ഇത് എവിടെ പോയി കിടക്കണമെന്ന് അറിയാൻ വയ്യല് ഇത് എവിടെ പോയി ഇങ്ങോട്ട് വന്നാണ് അപ്പന്റെ പെണ്ണും പിള്ള വിളിക്കുന്നു. ഒരു ജോലി ചെയ്യാൻ സംഭവിക്കുന്നത് ഇവിടെ ഇപ്പൊ നോക്കിക്കോ. ഒരു സാധനം എടുത്താ അത് എടുത്തെടുത്ത് വെക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാത്രം തേക്കണം. വിമ്മ എവിടെ? നേരത്തെ പാത്രം കഴിവിട്ട് എവിടെ കൊണ്ടുവച്ച്? വിമ്മ് ഒന്ന് തിരിഞ്ഞിടാണ്ടേ ഈ സാധനത്തിനാണ് വിമ്മെന്ന് പറയുന്നത്. എന്തുവാ പ്രിയ ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയൊക്കെ വേണ്ടേ? ഈ കള്ളന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഉള്ളത് നേട്ടാമ്മ. അതാ എൻ്റെ കുറുവാ സംഘത്തിലെ വ്യായാമം ചെയ്തതിൻ്റെ വീഡിയോ ലഭിച്ചെന്ന്. ആ മഴയൊക്കെ പോയി വെയിൽ വന്ന് അതാണ് ആ തുണിയെല്ലാം പറിക്കൊന്ന് ഒന്നുകൂടെ ഒന്ന് വെയിലത്തിട്ടേ. കുഞ്ചനെന്തിയേ തുണിയെല്ലാം പറഞ്ഞ് വെയിലത്തിടാൻ. എടാ കുഞ്ച നീ ഇഞ്ഞ് വന്നേ. നിന്നെ എനിക്ക് പണ്ടേ അറിയാം. നീ കടിക്കണ്ട കുരയ്ക്കെങ്കിലും ചെയ്യും. നിനക്ക് നാണമില്ലേ ഇങ്ങനെ നടക്ക? അയ്യോ അച്ഛമ്മക്ക് അറിഞ്ഞൂടെ? അച്ഛൻ 9 അല്ല, അച്ഛൻ 999. വെറുതെ ഇരിക്കാതെ ഇരുന്ന് പഠിക്കണം. ഓരോരുത്തരും ഓരോ കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളെ കുറിച്ചുള്ള ഇത് കണ്ട ഇങ്ങനെ ഇരുന്ന് പഠിക്കണം. മനസ്സിലായോ? അല്ല ചുമ്മാ ഫ്രീ ഫയറും ഗെയിം കളിച്ചോണ്ടിരുന്നാ പോരാ. അച്ഛൻ ഇത്ര ഞാനാണ് പറയണേ. അച്ഛൻ എന്തൊരു കണ്ടുപിടിക്കാത്ത? അച്ഛന് ആഗ്രഹമുണ്ട് കണ്ടുപിടുത്തം നടത്തുന്നത്. പക്ഷെ എൻ്റെ അച്ഛൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് അച്ഛൻ്റെ ഒരു ദിവസത്തെ കാര്യം ഇത് ഏതൊക്കെ ഞാനേ ഒന്ന് പുറത്തോട്ട് പോയിട്ട് വരെ. നിക്ക് എവിടെ പോണം? വരും ഇപ്പൊ വരും. എവിടെ? ആരെ കാണാൻ? അതിപ്പം ഇപ്പൊ വരും. ഞാൻ ഒരു കാര്യമുണ്ട്. എവിടെ പോണ്? എന്തിനു പോണ്? ആരെ കാണാൻ പോണ്? നിങ്ങൾ എപ്പോ തിരിച്ചു വരും? എന്തായാലും പോകണ്ട, ഞാനും വരണം. വരണം. കഷ്ടം തന്നെ. ഒരു മുറുക്കാൻ വാങ്ങിയ ഒരു കടയിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയായി. അതാണ് അച്ഛൻ ഒരു കണ്ടുപിടിക്കാൻ പറ്റാത്ത. ഇതാണ് അച്ഛൻ്റെ അവസ്ഥ. എന്തായാലും എനിക്ക് മടുത്ത് സംസാരിച്ച് മടുത്ത്. ജീവിതമേ മടുത്ത് നിങ്ങളോടെയല്ല. ഞാൻ എൻ്റെ പാടുപോക്കി പോകാൻ പോണം. നീ പോയാല് നിന്റെ കണക്ക് 100 എണ്ണത്തേക്ക് അപ്പോഴും എൻ്റെ കണക്കുള്ള 100 എണ്ണം തന്നെ വേണമല്ലോ. എന്നാ ഞാൻ പോണില്ല. 100 എണ്ണത്തിനെ കിട്ടുമോ ഞാൻ നോക്കട്ടെ. നീ എന്തൊക്കെ ഡയലോഗ് അടിച്ചാലും ഒരു കുടുംബത്തിലെ തലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിലെ ഭർത്താവ് തന്നെയാണ്. അതിനൊരു സംശയവും വേണ്ട. സമ്മതിച്ച് തല ഭർത്താവ് തന്നെയാണ്. പക്ഷേ ആ ഒരു വീട്ടിലെ കഴുത്ത് എന്ന് പറയുന്നത് ഭാര്യയാണ്. അതോടി എനിക്കത് മനസ്സിലായില്ല. അതെ, ഭർത്താവ് തലേന്ന് പറഞ്ഞില്ലേ? പക്ഷേ നമ്മുടെ ഈ തലയുണ്ടല്ലോ, അത് എങ്ങോട്ട് പോണോ തീരുമാനിക്കാൻ നമ്മുടെ കഴുത്തല്ലേ. അപ്പം ഭാര്യയല്ലേ കഴുത്ത്. കഴുത്തോ? അത് സത്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാലേ ഈ കഴുത്ത് തിരിയണോ വേണ്ടെന്ന് തലച്ചോറുള്ളവരെ ചിന്തിക്കൂ. എൻ്റെ കഴുത്താണ് തിരിയുന്നത്. ശരിയാ, തലച്ചോറ് വേണോടി. അതിനുള്ള മൂള പോലും ഇല്ലാതെ നിന്നെയൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ടമ്മ. എന്നെ ഇന്ന് ടീച്ചർ വഴക്ക് പറഞ്ഞു. എന്തിനെ? നീ എന്തെങ്കിലും കുരുത്തക്കേടാണിച്ചായിരുന്നു? അമ്മ ഞാൻ കുരുത്തക്കേടൊന്നും ചെയ്തില്ല. അമ്മ ടീച്ചർ ചോദിച്ചേ അമ്മേനും ടീച്ചറിന്റെ വ്യത്യാസം എൻ്റെ അടുത്ത് ചോദിച്ചേ. അപ്പൊ നീ എന്തിനു പറഞ്ഞു? ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് ഒരു കുട്ടീനെ ഓർക്കാൻ പറ്റും, ടീച്ചറിന് 40 കുട്ടികളെ ഓർക്കാൻ പറ്റും. അതിന് ടീച്ചറിനെ വഴക്ക് പറഞ്ഞമ്മ. എന്തിനു കൂടുതൽ പറയണേ? നിങ്ങളെയല്ലേ മോയ്. ഇതും ഇതിനപ്പുറമൊക്കെ പ്രതീക്ഷിക്കാം. ഇത് മാത്രമോ? ഇന്നലെ അവൻ എൻ്റെ അടുത്ത് വന്ന് പറയേ, അച്ഛാ ഞാൻ ഒരു സ്വപ്നം കണ്ടച്ഛ. ഞാൻ എന്തുവാടാ അത്? നിക്ക് ഞാൻ പറയട്ട്. മിണ്ടായിടാ. ഞാൻ ചോദിച്ചു എന്തുവാ സ്വപ്നം? അപ്പൊ അണ്ണ പറയേ, അച്ഛൻ സ്വർഗത്തിൽ ഇരുന്ന് പത്രം വായിക്കുന്നു. അങ്ങനെയൊക്കെ നീ കണ്ടാടാ? നീ പറയുന്ന മൊത്തം കേക്ക്. അങ്ങനെ ഞാൻ ചോദിച്ച് നീ എന്നിട്ട് കണ്ടിട്ട്? അതേ, സ്വർഗത്തിൽ ഇരുന്ന് പത്രം വായിക്കുന്ന അച്ഛൻ ഞാൻ നോക്കാൻ നേരത്ത് ബാത്റൂമിൽ ഇരുന്ന് അപ്പിയിടുന്നു.
അങ്ങനെ സ്വന്തം അച്ഛനെ സ്വർഗത്തിൽ പെട്ടെന്ന് പറഞ്ഞുവിടാൻ ആഗ്രഹിക്കുന്ന മോനാണ് നിന്റെ. ഞാൻ ഇങ്ങനെ വല്ലതും പറയുമ്പോ ഇത്ര ദേഷ്യം വന്ന അമ്മയ്ക്ക് അല്ലെങ്കിൽ ഇതേ കഞ്ഞ അച്ഛൻ ഈ അമ്മയടുത്തേ വിശകെന്ന് പറഞ്ഞു. ഈ അമ്മ എന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ പോണെന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ ദേഷ്യത്തിൽ എന്തോ ഉണ്ടാകണം. ഞാൻ പറഞ്ഞു വേണ്ടെന്ന് എനിക്ക്. ആഹാ, അപ്പോഴേ നിന്റെ അടുത്ത് ഞാൻ ചോറുണ്ട് കഴിക്കാൻ നിനക്ക് ചോറ് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ പറയുമ്പോഴത്തേക്ക് നീ എൻ്റെ അടുത്ത് ചാടി കഴിച്ചതാ. ഒരു 10-30 വയസ്സിന് ഇളയത് നിനക്ക് എൻ്റെ അടുത്ത് ചാടി കടിക്കാവോ? 10-30 വയസ്സ് തന്നെ 16 വയസ്സ് ഇളയത്. അങ്ങനെ നിനക്ക് എത്രയുടെ പ്രായം? 30 വയസ്സിട്ട് 30 എന്ന് പറഞ്ഞില്ലല്ലോ. അവള് പറഞ്ഞ കേട്ടോ 16 വയസ്സൊന്നും. ഓ, അവൻ എന്നെക്കാൾ ഒരു 10-15 വയസ്സിന് ഇളയത്. എന്ത് അങ്ങനെ? അപ്പൊ എനിക്കും അങ്ങനെ ആയിരിക്കുമല്ലോ. അല്ല, നിങ്ങൾക്ക് കൂടുതലാണ്. ഏത് കോളേജിലാ? കോളേജിലോ? വെള്ളത്തിലൊക്കെ അങ്ങനെ മീനുണ്ടോ ചത്തു പോകൂടെ സങ്കര. ഓ, ഫിഷ് തെറാപ്പി ഇല്ലേ? മറ്റടുത്തൊക്കെ പോയി പൈസ കൊടുത്തല്ലേ ചെയ്യണം. മീൻ ഒന്ന് കാലി കുറ്റി സക്കർ വന്ന് കാലം കയറിയായിരുന്നെങ്കിൽ ഇവിടുത്തെ പിന്നെ സുമ ഇന്നാൾ നിങ്ങളെ കാണാൻ വരുന്നുണ്ട്. ഓ, നീ അതറിഞ്ഞില്ലേ? പിന്നെ അവൻ ഗിരീശൻ പോയ ഗൾഫിൽ പോയി. മോനും അവള് മാത്രമല്ലേ ഉള്ളൂ. ഗൾഫിൽ പോയ കാര്യമൊക്കെ പറയാൻ വേണ്ടി വന്നതാണ്. എന്തിനൊക്കെ വിശേഷം ചോദിച്ചുള്ളൂ. എന്തൊരു വിശേഷം എന്ന് പറയാൻ എന്തൊരു, മോള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മോ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവരുടെ കല്യാണം കഴിഞ്ഞുള്ള വിശേഷം പറയും. ഓ, കല്യാണം കഴിഞ്ഞാലേ വിശേഷം പറയാൻ പറ്റുള്ളൂ. അത് മാത്രമാണ് വിശേഷം. വേറെ എന്തെല്ലാം വിശേഷങ്ങളുണ്ട് പറയാനായിട്ട്? അവരെയൊന്നും കുറിച്ച് പറയുന്നത് ഒരുപാട് ജീവിച്ചു വന്നവരാ. അതിനെക്കുറിച്ച് അങ്ങനെയൊന്നും പറയരുത്, മോശമാണ് അങ്ങനെ. എനിക്ക് എന്തിനൊക്കെ പറഞ്ഞാലും ശരിയാണ്, പാവമൊക്കെ തന്നെ. എനിക്ക് പക്ഷെ അവരെ ഇഷ്ടമല്ല. അവരെ കല്യാണം പറഞ്ഞിട്ടില്ല, കൊച്ചിന്റെ നൂലിയിട്ട് പറഞ്ഞില്ല, ചോറൂണും പറഞ്ഞില്ല, നമ്മളടുത്ത് പറഞ്ഞില്ലല്ലോ. അവരെനിക്കിഷ്ടമല്ല. നീ ഇത് പറയാനേ നിന്റെ അവന്റെ കല്യാണം അച്ഛനും ഞാനും അറിഞ്ഞില്ലല്ലേ? മതി പോവാം. ഇനി ഇവിടെ ഇരുന്നാലേ ഒരു പഴംപുരാണങ്ങൾ പലതും പറയും. അമ്മയെ കഞ്ഞിയല്ലേ, നിങ്ങൾക്ക് എന്ത് വേണം കഴിക്കാൻ? എനിക്കൊന്നും വേണ്ട, എനിക്കും വേണ്ട ചോറും വേണ്ട. നിക്ക് പോവാൻ വരട്ടോ. ഒരു കാര്യം പറയാം. അമ്മ ഇപ്പൊ കഞ്ഞി കുടിച്ചപ്പോഴത്തേക്ക് അച്ഛന്റെ കാര്യം ഓർത്തു. അമ്മ പറഞ്ഞു ചോദിച്ചാൽ പണ്ട് അച്ഛൻ അമ്മയ്ക്ക് ഇങ്ങനെ എല്ലാം വാരി കൊടുക്കുക എടുക്കുക ചെയ്യുമായിരുന്നു. നിങ്ങൾ പക്ഷെ നിങ്ങൾക്ക് ഞാൻ ഈ പയ്യാതെ ഇരുന്നപ്പോഴൊക്കെ വാരി തന്നിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ എനിക്കൊന്നും വാരി തന്നിട്ടില്ലല്ലോ. അത് പണ്ടത്തെ ഇപ്പോഴത്തെ കേട്ടാ, നിങ്ങൾ കഞ്ഞി വാരി തന്നിട്ട് പോയാ മതി. ഞാനവിടെ ഫിഷ്ടാക്കി വൃത്തിയായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നീ എന്ത് ചെയ്തത്? നിങ്ങൾക്ക് കുറച്ച് വീട്ടിൽ ഇരുന്നൂടെ മനുഷ്യ? ഇങ്ങനെ കിടന്ന് കറങ്ങണേം തരുന്ന 4 ആളും കിടന്ന് സമയത്ത് വീട്ടിൽ കയറിക്കൂടെ? വീട്ടിൽ കയറി ഇരിക്കണം. ഇങ്ങനെ കിടന്ന് ഓടണത്? വീട്ടിൽ ഇരിക്കണമെന്നാ? എടീ, വീട്ടിൽ ഇരിക്കാനേ ദൈവം പണ്ട് സ്ത്രീകളെ സൃഷ്ടിച്ചിട്ട് ദൂരെ നിന്നിങ്ങനെ നോക്കി കേട്ടോ. അപ്പോൾ സ്ത്രീകൾ അതീവ സുന്ദരിമാർ. അപ്പോൾ അതുമല്ല, പുരുഷന്മാർ അവരെ അങ്ങ് ആകൃഷ്ടരായി നോക്കിയിരിക്കും. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ എന്തോ ഇത് ദൈവം വിചാരിച്ച് എന്തുവാ ഇങ്ങനെ സൗന്ദര്യം കൊടുത്ത അവർക്ക് പിന്നെ ഈ പുരുഷന്മാരിങ്ങനെ നോക്കിയിരിക്കത്തില്ലേ, അതുകൊണ്ട് നാക്കിന് 1 ഇഞ്ച് നീളം ചക്കല്ല കൂട്ടിക്കൊടുത്ത്. അതുകൊണ്ടാണ് ലോകത്തുള്ള 90% ആണുങ്ങളും വീട്ടിൽ ഇരിക്കാത്തത്. അപ്പോൾ അമ്മ